എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ്. മാവ് കുഴക്കുകയും പരത്തിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 400 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് ഇതിൽ ചെറിയ ചെറിയ പീസാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയതാക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും കുറച്ചും കൂടി ചെറിയതാക്കിയാലും കുഴപ്പമില്ല. ചിക്കനും കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു 3 പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. ആ ഒരു പൊടികളും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റോളം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ ഞാനിതൊന്ന് കുക്ക് ചെയ്ത് ആ ഒരു ചിക്കൻ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊരു മീഡിയം വലിപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തീരെ ചെറിയൊരു കഷ്ണം തക്കാളി അതിൻ്റെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് ഇതിലൊരു കട്ടിയുള്ളൊരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ചെറിയതാക്കി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഒരു വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫില്ലിങ്ങിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ പിസ്സ സോസ് ആണ് കേട്ടോ. പിസ്സ സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ പിസ്സ സോസ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിസ്സക്കകത്തേക്ക് ഇടുന്ന ഒരു ഒറിഗാനോ തന്നെ. ഒറിഗാനോ നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന് അത്യാവശ്യം നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ഇതുപോലെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചില ബ്രെഡൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ബ്രെഡുകളുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ബ്രെഡ് എടുക്കരുത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. അപ്പോൾ ആദ്യം ഒരു 2 പീസ് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒരു റൗണ്ട് ചെറിയൊരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ അടപ്പ് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ ഞാൻ റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളൊരു ഭാഗം നമുക്ക് വേസ്റ്റായി പോവില്ല കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഒരു ഭാഗം ചെറിയ ചെറിയ പീസാക്കി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ പൊടിച്ചിട്ടെടുക്കുന്ന ഒരു ബ്രെഡ് ക്രംസ് ആണ് നമ്മളിത് ലാസ്റ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് വേസ്റ്റ് ആവത്തില്ല.
അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ സൈഡ് മൊരിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാതെ ഇത് ഫുള്ളായിട്ട് തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പൊടിച്ചിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് പൊടിച്ചിട്ടെടുക്കുന്നത്. ഇതുപോലെ ഒരു വൈറ്റ് ഭാഗം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് മൈദയിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ലൂസ് ആക്കാതെ ഇതുപോലെ നല്ല തിക്കായിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ആദ്യം ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊരു സ്റ്റിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല, ഇതില്ലാതെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഈ ഒരു മൈദയുടെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ബാറ്ററിയില്ലേ അതിൽ നന്നായിട്ടൊന്ന് മുക്കുക. ഈ ഒരു അറ്റം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു മുക്കിയെടുത്ത ഒരു ഭാഗം തന്നെ വേണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മോസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കുകയാണ്. ചീസൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതുപോലെ മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം തന്നെ നമുക്ക് മൈദയുടെ ഒരു ബാറ്റർ ഒന്ന് തൂത്ത് കൊടുക്കാം. ആ ഒരു സൈഡിലെല്ലാം തന്നെ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സിലേക്ക് ആദ്യം ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കുക കേട്ടോ. ആദ്യം ഈ ഒരു സൈഡെല്ലാം ഇതുപോലെ റൗണ്ടാക്കി നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു 2 സൈഡ് നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ആ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സിൽ മുക്കി ഇതുപോലെ എല്ലാത്തിലും തന്നെ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സുകളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പൊരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണൊന്നും കുടിക്കത്തില്ല, കുറച്ചും കൂടി നമുക്ക് ഉറച്ചും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണെന്ന് പൊരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാകണം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കരുത്, കാരണം ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ ആയതുകൊണ്ട്. ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതല്ലേ, പുറമേ മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 1-2 തവണ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ പിസ്സ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മാവ് കുഴയ്ക്കാൻ പരത്തൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് എന്നാലും നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ലോലിപോപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.